25 വർഷമായി MLA ആയി തുടർന്നയാൾക്ക് എന്ത് സമ്പാദ്യം കാണും? വാടക വീടും കുറെ കടങ്ങളും മാത്രമാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സാധാരണ ജനം വിശ്വസിക്കാറില്ല. എങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ. കുന്നത്തൂരിലെ MLA ആയിരുന്ന കോവൂർ കുഞ്ഞുമോന്റെ സമ്പാദ്യം കുറെ കടം മാത്രമാണ്. വീടിന്റെ വാടക മുടങ്ങിയതോടെ താമസിക്കുന്ന ഇടത്ത് നിന്ന് ഏത് നിമിഷവും ഇറങ്ങേണ്ടി വരും. ഇതൊരു സാധാരണക്കാരന്റെ ജീവിത കഥയാണ്. 25 വർഷം തുടർച്ചയായി MLA ആയിട്ടും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ പോയ ഒരു മനുഷ്യന്റെ കഥ. 2001 കോവൂർ കുഞ്ഞുമോൻ എന്ന ഫുട്ബോൾ പ്ലെയർ MLA ആകുന്നത്. പിന്നീട് ഇങ്ങോട്ട് നീണ്ട 25 വർഷക്കാലം കുന്നത്തൂരിനെ പ്രതിനിധീകരിച്ച നിയമസഭയിൽ കോവൂർ കുഞ്ഞുമോൻ ഉണ്ടായിരുന്നു. 4 നൂറ്റാണ്ട് MLA ആയിട്ടും കോവൂർ കുഞ്ഞുമോന് സ്വന്തമായി ഒരു വീടോ വാഹനമോ ഇല്ല. ചിട്ടിപിടിച്ചും MLA ശമ്പളം സ്വരുക്കൂട്ടിയും ഒരു കാറ് വാങ്ങി. സഖാവ് പിണറായി കറുത്ത കാറിൽ സഞ്ചരിച്ചപ്പോൾ എനിക്കൊരാഗ്രഹം, കയ്യിരുന്നതെല്ലാം പല ചിട്ടികളിൽ ചേർന്ന് അങ്ങനെയാണ് 27 ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചത്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സഞ്ചരിച്ച് കൊതിതീരും മുൻപേ ആ കാർ വിൽക്കേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടിയാണ് കാർ വിറ്റതെന്ന് പറയുമ്പോൾ കോവൂർ കുഞ്ഞുമോന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. താമസം ഇന്ന് വാടക കെട്ടിടത്തിലാണ്. ഇവിടെ നിന്ന് എന്നിറങ്ങേണ്ടി വരുമെന്നറിയില്ല. എവിടേക്ക് പോകുമെന്ന് ചോദിച്ചാലും കുഞ്ഞുമോന് ഉത്തരമില്ല. കുഞ്ഞുമോന്റെ കല്യാണക്കാര്യം മുഖ്യമന്ത്രിമാരുടെ വരെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ തിരക്കിനിടയിൽ കുഞ്ഞുമോൻ കല്യാണം കഴിച്ചില്ല. അന്നും ഇന്നും ഭക്ഷണം പാർട്ടിക്കാരുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹസമ്മാനമാണ്. ഇനിയും അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന നിറകണ്ണുകളോടെ കോവൂർ കുഞ്ഞുമോൻ പറയുന്നു. തോൽവി സമ്മതിക്കുന്നുവെന്ന് പറയുന്ന കുഞ്ഞുമോൻ ഇനിയും ജനങ്ങൾക്കൊപ്പമെന്ന് ഉറപ്പിക്കുന്നുണ്ട്. പരാജയം പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം, ജനങ്ങളാൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ നിലയിൽ തന്നെ തുടർന്നും പ്രവർത്തിക്കും. പ്രചരണത്തിനടിച്ച പോസ്റ്ററിനും ഫ്ലെക്സിനും മുതൽ ഇനിയും നൽകാനുണ്ട് പണമേറെ. കടം എങ്ങനെ വീട്ടുമെന്ന് ചോദിച്ചാൽ ഈ മുൻ MLAക്ക് നിറകണ്ണുകളോടെ ഒരു ചിരി മാത്രമാണ് മറുപടി. ഇന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെയാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കാത്ത, രാഷ്ട്രീയം കൊണ്ട് സമ്പാദിക്കാത്ത കോവൂർ കുഞ്ഞുമോനെ പോലെ ഉള്ളവരും ഉണ്ട് എന്ന്. അരുൺ രാജ്, ബിഗ് TV, കൊല്ലം.